ഈ ബാബു കാമ്പ്രത്തിൻ്റെ ഞങ്ങൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നൊരു ഒരു ഡോക്യുമെൻ്ററിയാണ് ബാബു കാമ്പ്രത്തിൻ്റെ കൈപ്പാടെന്ന് പറഞ്ഞ സാധനം. കൈപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പാടം, ചെളിപ്പാടല്ലേ? കൈപ്പാടാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ചതുപ്പ് നിലങ്ങളാണ് ഈ കൈപ്പാടം. ചതുപ്പ് നിലങ്ങൾ, അത് കായലിനോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളെ മാർഷി ലാൻഡാണ്. ഓക്കെ. അവിടെ എന്ന് വെച്ചാൽ അവിടെ ജീവിതം സാധ്യമല്ല, ഒരു ചെടിക്കും ജീവിക്കാൻ പറ്റില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ദലിതരായിട്ടുള്ളവർ ആ ഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ. അവരവിടെ കൃഷി ചെയ്യുകയും വീട് വെക്കുകയും ഒക്കെ ചെയ്ത് പരിസ്ഥിതിയോട് മല്ലിട്ടിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ വീട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകും. ഓ, അത് ശരി. അങ്ങനെയാണ് ആ ലാൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു മീൻപിടുത്തം ഒരു ഘടകമല്ലേ? എന്താ മീൻപിടുത്തത്തെ അച്ഛൻ മീൻ പിടിക്കുമായിരുന്നോ? എങ്ങനെയാണ് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞണ്ടും ഇവരുടെ ജീവിതമായിട്ട് ഭയങ്കര ഒരു ബന്ധമാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞിലെ നമ്മളിപ്പോ രാവിലെ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നതിന് പകരം ഇവര് ഞണ്ട് പുഴുങ്ങിയിട്ടാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായിരിക്കും വൈകുന്നേരം മിക്കപ്പോഴും. അത് ഈ മീനുമായിട്ട് ആ അച്ഛൻ്റെ ചൂട്ടാച്ചി എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഈ ഞണ്ട് ഒരു കലത്തിനകത്ത് പുഴുങ്ങി അത് മക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് ഉച്ചക്കും അതിന്റെ ചമ്മന്തിയോ അങ്ങനെ ആക്കി കഞ്ഞിയും ഇതാക്കി കഴിക്കുക. അങ്ങനെ മീനുമായിട്ട് ഭയങ്കര പിടിക്കാൻ പോകുന്നത് തന്നെ നൈറ്റില്. പിന്നെ അച്ചാച്ചനുള്ള ഒരു ഇതാണ്, അച്ഛൻ വേറൊരാളെ പറമ്പിൽ പണിയെടുക്കാനൊന്നും പോയിട്ടില്ല. അച്ചാച്ചൻ തന്നെ, ഞാൻ പണ്ട് പോയെന്നൊന്നും എനിക്കല്ല, പക്ഷെ അച്ചാച്ചൻ തന്നെയാണ് കൃഷി ചെയ്യുന്നതും നെൽകൃഷിയാണെങ്കിലും കാര്യങ്ങളിലും മീൻ പിടിക്കാൻ പോകുന്നതും വല നെയ്ത് അച്ചാച്ചൻ വല കെട്ടി ആക്കിയിട്ട് അച്ചാച്ചൻ തന്നെ പോയി പിടിക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ പോയിട്ടുണ്ട് രാത്രിയിൽ അച്ചാച്ചനൊന്നിച്ച്. ഇതേപോലെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഈ കണ്ടിന് വെച്ച് പിടിപ്പിക്കുന്നതിന് കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ ആദ്യം തിരുവനന്തപുരത്തൊക്കെ പോകുന്നത്. പിന്നെ അവാർഡ് മേടിക്കും. അവസാന ഘട്ടത്തിലൊക്കെ ലാസ്റ്റ് അവാർഡ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ആചാര്യ അവാർഡ്, ആചാര്യശ്രേഷ്ഠ എന്ന് പറഞ്ഞൊരു അവാർഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുത്തത്. നമ്മുടെ ഗവർണറാണ് അത് കൊടുത്തത്, മുഹമ്മദ് ആരിഫ് ഖാനാണ് അത് കൊടുത്തത്. ഞാനും 2003 ആ കാലഘട്ടത്തില് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അവിടെ ഒരു കേരള യൂണിവേഴ്സിറ്റിയില് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം, മറ്റേ കണ്ടൽക്കാട് എൻ്റെ ജീവൻ എന്നുള്ള പുസ്തകം വരുമ്പോൾ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ കുടമാഷിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു പുള്ളി രാഷ്ട്രീയത്തിൽ? രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാൻ ആദ്യം കമ്മ്യൂണിസം നമ്മൾ അവിടുത്തെ കമ്മ്യൂണിസം രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് അച്ഛൻ്റെ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മാർക്സിസം രൂപം കൊള്ളുന്നത്. അതിൽ പാർട്ടിയുടെ തുടക്കകാല പ്രവർത്തകനായിരുന്നു. ഏഴോം കൊലക്കേസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രമാദമായിട്ടൊരു കേസുണ്ട്. അതെന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ ഒരു കർഷകർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർ കൂലി കൂടുതൽ ചോദിച്ചുകൊണ്ടൊരു സമരം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ സമരം മുതലാളിമാർ അന്ന് MSP ആണ്, മലബാർ സ്പെഷ്യൽ പോലീസ്, അവരെയൊക്കെ ഇറക്കി ചില ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ തൊഴിലാളി സമരം അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് ഗുണ്ടകൾ ഈ തൊഴിലാളികളുടെ ക്യാമ്പുകൾ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അച്ഛൻ്റെ നേതൃത്വത്തിൽ അതിനെ ചെറുത്ത് നിൽക്കുകയും അതിൽ 1-2 ഗുണ്ടകൾ, ഒരാളാണോ 1-2 പേര് മരിക്കുകയും ചെയ്തു ആ സംഘർഷത്തിൽ. അതാണ് പ്രമാദമായിട്ടുള്ള ഏഴോം കൊലക്കേസ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒളിവിൽ പോവുകയും ചാത്തിട്ടൊക്കെ ഉണ്ട്. അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ജന്മിമാരുടെ ഭാഗത്തുനിന്ന് മരണം ഉണ്ടായപ്പോൾ അത് വലിയ വാർത്തയാവുകയും തൊഴിലാളികളുടെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം 1-ാം പ്രതിയോ 2-ാം പ്രതിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഒളിവിൽ പോകും. അപ്പം ആ സമയത്ത് MV രാഘവൻ ആണ് ഇവരെ ഒളിവിൽ പാർപ്പിക്കുന്നത്. അപ്പം AKG അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, AKGയെ കണ്ട കാര്യം പറയുന്നുണ്ട്. AKG അച്ഛൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന്
അന്ന് ഹരിജൻ എന്നുള്ള വാക്ക് ആ, okay. വ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പറയായിരുന്നു നീ ഒരു ഹരിജൻ നരിക്കുട്ടിയാണ് എന്ന് തോളി തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നപ്പോൾ തന്നെയാണ് അച്ഛൻ തിരിച്ചറിയുന്നത് നമ്മളൊരു ഇതിനെ കുറിച്ചിട്ട്. അത് സമുദായമാണ് സമുദായം, എനിക്കൊക്കെ സമുദായത്തിനെ കുറിച്ച് അറിയുന്നത് എന്റെ നമ്മളെ വീട്ടില് അച്ഛന് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരിതാണ് അംബേദ്കർ ഫോട്ടോ, അയ്യങ്കാളിന്റെ ഫോട്ടോ ഒക്കെ അന്ന് നമ്മുടെ വീട്ടില് ആടെ ഒരു വീടുകളിൽ ഇല്ലാത്ത വടക്കൻ കേരളത്തിൽ ഇല്ലാത്ത സാധനം. അങ്ങനെ ഒരു ഇതില്ലാത്ത സമയത്ത് ഒരു പക്ഷെ അവിടെ ആയിരിക്കും ആദ്യത്തെ അങ്ങനെ അത് വേറൊരു രസകരമായ ഒരു കാര്യം. അത് കല്ലറ സുകുമാരനായിട്ടുള്ളൊരു അടുപ്പുണ്ടല്ലേ? കല്ലറ സുകുമാരൻ ആ ഒരു കാലത്ത് മലബാറിൽ വരികയും എനിക്ക് തോന്നുന്നു അച്ഛനുമായിട്ട് നേരിട്ട് പരിചയപ്പെടുകയും വീട്ടിലൊക്കെ വന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സമുദായ പ്രവർത്തനത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിന് കല്ലറ സുകുമാരന് ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെ